എന്ത് കഷ്ടമാണ് ഒരു പകയും അളിയാ അളിയാ ഞാൻ ഒന്നളിയാ കഷ്ടമാണ് നോക്കണം. ഈ വീട്ടിൽ ഒരു വകയും കാണത്തില്ല. എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. ഇത് ആരുടെ വീട്? വീട് എന്റെ ആണ്. പക്ഷെ എങ്കിലും നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു വെച്ചാൽ അതെല്ലാം ഒറ്റയടിക്ക് വെച്ച് തീർക്കാൻ തന്നെ ദൂർത്ത്. എന്താ നിനക്ക് വേണ്ടത്? ഇച്ചിരി അരി ഉണ്ടെങ്കിൽ ഇനി അടുത്ത് അരി എന്തിനാ നിനക്ക്? ചോറ് വെക്കാൻ. ഇവിടെ അരിയില്ല. പിന്നെ ചോറ് വെക്കണ്ടേ? ചോറ് ഞാൻ വെച്ചു. ചോറ് നീ വെച്ചാ? എന്റെ അളിയ ചോറ് ഞാൻ വെക്കാന്നല്ലേ പറഞ്ഞത്? ചോറ് ഞാൻ വെക്കാൻ, കറി നീ വെക്കാന്നല്ലേ പറഞ്ഞത്? അളിയന്റെ കാര്യം ഇതാണ്. അളിയ എവിടെ കൊണ്ട് കേൾക്കണ? ഞാൻ കറി വെക്കാന്നല്ലല്ലോ പറഞ്ഞ, ഞാൻ ചോറ് വെക്കാന്നല്ലേ. ചോറ് വെക്കാൻ നിന്റെ കയ്യിൽ അരി ഇല്ലല്ലോ. അല്ല, അരി നിന്റെ ഇച്ചിരി മേടിച്ചിട്ട് ഞാൻ ചോറ് വെക്കാലോ. എടാ, നീ എന്റെ കയ്യിൽ നിന്ന് അരി കടം വാങ്ങിച്ചിട്ട് നീ ചോറ് വെക്കേണ്ട എന്ത് കാര്യമുണ്ട്? ഇവിടെ അരി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചോറ് വെച്ചു, അത്ര തന്നെ. നീ കറി വെച്ചാ മതി. എനിക്ക് ചോറ് വെക്കാനേ അറിയാവൂ, കറി വെക്കാനൊന്നും എനിക്ക് അത്ര വശമില്ല. എടാ, ഇത് ആരും പഠിച്ചു വരണമെന്നില്ല, അങ്ങ് ചെയ്യുമ്പോ തന്നെ പഠിക്കണത്. അല്ല, അതെ, പിന്നെ കറി വെക്കാൻ ഇവിടെ ഒരു വക ഇല്ലളിയാ. ഇവിടെ അരിയില്ല, കറി വെക്കാനും ഇല്ല, പിന്നെ എന്തോന്നാണ് നിങ്ങളൊക്കെ എടുത്ത് തിന്നണത്? അയ്യോ, ഇത് പെണ്ണുങ്ങളിലെ ഞാനേ ഒന്ന് പറഞ്ഞാൽ ശരിയാവൂല. ഒരു വകയും അതെ വാങ്ങിച്ചു വെക്കണതിനൊന്നും ഒരു കുറവും ഇല്ലളിയാ. പക്ഷെ എല്ലാം എടുത്തങ്ങ് തീർക്കാണ്. കറി വെക്കാൻ എന്തോ വെക്കുവളിയാ കറി വെക്കാൻ. എന്നാ കറി വെക്കാൻ വല്ലതും പോയി വാങ്ങിച്ചിട്ട് വാ. വാങ്ങാനെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം അതിന് പൈസ ഉണ്ടേ. ഒരു ഐഡിയ, പപ്പായ കുത്തിയിട്ടാലോ? പപ്പായ മതി. പക്ഷെ പപ്പായ വെച്ചിട്ട് തോരനെ വെക്കാൻ പറ്റുള്ളൂ. തോരനൊന്നുമല്ല, കറി വെക്കാനോ പപ്പായ ഉണ്ട്. പപ്പായ ഇട്ട് എന്ത് കറി വെക്കും? പപ്പായുടെ അസല് കറി വെക്കാം, ഈ മോര് കറി ഉണ്ടാക്കാം. അത് വെക്കാം അല്ലേ? പിന്നല്ലേ. പിന്നെ പപ്പായ കൊണ്ട് രസം, തൈര് വാങ്ങിച്ചോണ്ട് വരും ചെയ്യാം. പപ്പായിട്ട് രസം വെക്കാൻ പറ്റുമോ? എടേ, ഞാൻ പറയട്ടെ, ഈ പപ്പായ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുക, ഒരു കറി ഉണ്ടാക്കുക, പിന്നെ പപ്പായ കൊണ്ട് ഒരു കിച്ചടി പോലൊരു സാധനം ഉണ്ടാക്കാം. ഈ പപ്പായ കൊണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഇവര് വരുമ്പോ അവരും കാണട്ടെ. പപ്പായിട്ട് നമുക്ക് മീൻ കറിയും കൂടെ വെച്ചുകൊണ്ട് കളിയാം. ഞാൻ നോക്കട്ടെ, ഒരെണ്ണം കുത്തിയിട്ടിട്ട് വരാം. ഞാൻ ഈ അരി വാർക്കട്ടെ കേട്ടാ. അളിയോ അളിയാ അളിയാ, എന്തോന്നാണെന്ന് അളിയാ? അതെ, പപ്പായ കുത്തിയിടാൻ കമ്പില്ലളിയാ. കമ്പിലെങ്ങ് കേറണടാ. എനിക്ക് മരത്തിൽ കയറാനൊന്നും അറിയില്ല. എടേ, ഒരു തളപ്പുണ്ടാക്കിട്ട് അതിന് മുകളിൽ കയറിയപ്പോ വലിയ മരല്ലേ? എന്റെ അളിയാ, അത് പപ്പായാണ്, അത് ഒടിഞ്ഞ് താഴെ വീഴും. അത് ശരിയാവില്ല. നിനക്ക് ചുരുക്കം ഒരു പണി ചെയ്യാൻ വയ്യല്ലേ? എന്റെ അളിയാ, നീ മര്യാദക്ക് ആ ചോറ് എന്നെ ഏൽപ്പിച്ചെങ്കിൽ ഞാൻ അതങ്ങ് ചെയ്തേനെ. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് അധ്വാനിക്കാൻ വയ്യ. നിനക്ക് വെറുതെ എല്ലാം ഉണ്ടാക്കിയിട്ട് പുഴുങ്ങിയിട്ട് നിന്റെ അണ്ണാക്കിലേക്ക് തള്ളിത്തരാം. പിന്നെ ചോറങ്ങ് വെച്ച് പോയനെ മാന്യമായിട്ട്. അതിനിടയ്ക്ക് അതിനെ നീ മര്യാദക്ക് പോയി കറി വെച്ചോ. അളിയാ, നീ പപ്പായ കുത്തിയിട്ടാ ഞാൻ എന്തേലും വെക്കാം, അല്ലാതെ എന്നെ കൊണ്ടൊരു പുള്ളി ചെയ്യാൻ വയ്യ. നീ ഒന്നും ചെയ്യണ്ടടാ, നീ ഒന്നും ചെയ്യണ്ട. നിനക്ക് ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം നിന്റെ അണ്ണാക്കിലേക്ക് കളിക്കരുത് കേട്ടോ. എല്ലാ പരിപാടികളും നിർത്തി ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു നല്ലപോലെ ജീവിക്കാന്ന് വിചാരിച്ചാ. അപ്പൊ അതിന് നീ സമ്മതിക്കും. അതുകൊണ്ടാണ് നീ ചോറ് വെക്കണ കലത്തിന് തട്ടിക്കളയാ. നീ തോന്നിയ അവസാനം കാണിക്കരുത് കേട്ടോ. കളിക്കാൻ ഒരു കാര്യം പറയാം, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് ഞാൻ പറഞ്ഞേ. പിന്നെ തോന്നുന്നു ഞാൻ നിന്നോട് മര്യാദക്കല്ലേ പറഞ്ഞേ? ഞാൻ വെക്കാൻ നേരത്തെ ചോറ് നീ കറി വെച്ചിട്ട് പിന്നെ ഇപ്പൊ കറി ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ആ ചോറ് വെച്ചോടെ നിനക്കെന്താണ് കുഴപ്പം? ഇടേ, ചോറ് വെച്ചത് കറി വെക്കാൻ എനിക്ക് അറിയില്ല. അറിയില്ലെങ്കിൽ അറിയണ പോലെ വെക്കണം. എന്നാ നീ ആ കയറി രണ്ട് പപ്പായ കുത്തിട്ടാൻ പറ്റും. അത് സൗകര്യമില്ല. ആ സൗകര്യം അല്ലെങ്കിൽ നീ പച്ച ചോറ് തിന്നോണ്ടിരുന്ന. ഞാൻ തിന്നടാ, ഞാൻ ചമ്മന്തി ചോറ് ഞാൻ തിന്നും. നീ എന്തെടുത്ത് തിന്നും? ഞാനും പട്ടിണി കിടന്നോളാം. നീ പട്ടിണി കിടന്നോ? എന്റെ ഉദ്ദേശം അതാണ്, എന്നെ പട്ടിണിക്ക് ഇടുക. ആദ്യം വേണ്ട എന്താണെന്നറിയോ? വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് നിനക്കില്ലാത്തതാണ്. നിനക്കത് ഒട്ടുമില്ലടാ, ജാത്തിയല്ലോ, അത് തൂത്താ മാറില്ല. നിന്റെ ഉള്ളിലെ ഒരു കാണ്ടാമൃഗം കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ നീ അരിക്കലും തട്ടി കളയോ? ഞാൻ എവിടെ അരിക്കലും തട്ടി കളഞ്ഞു? എന്റെ മുഖത്ത് ചവിട്ടി തുല്യാണ് നീ കാണിച്ചത്. ഞാൻ നിന്റെ മുഖം ഇപ്പൊ ഇവിടെ കഞ്ഞി വെക്കല്. ഇപ്പൊ മുറ്റത്താ കഞ്ഞിയും കറി വെക്കണേ. കയ്യിലും കയ്യിലൊക്കെ ഉണ്ടല്ലോ അവിടെ. അതെ, പിന്നെ ഇവന്റെ കുഴപ്പം തന്നെയാണ്. എന്റെ കുഴപ്പം? എന്റെയാണോ കുഴപ്പം? തങ്കം, നിനക്കറിയാലോ ചോറ് ഞാൻ നന്നായിട്ട് വെക്കും എന്നുള്ളത്. അത് എന്നെ സമ്മതിക്കാം. അത് ചാടി കയറി ചോറ് വെച്ചു. ഞാൻ ചോറ് വെക്കാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. കറിയും വെക്കാന്നും പറഞ്ഞാണ്. എന്നിട്ട് കറിയുടെ അവസ്ഥ എന്തായി ചോദിക്കി? കറിയില്ലേ? കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പപ്പായ കുത്തിയിട്ട് തന്നാ ഞാൻ കറി വെച്ചു കൊടുക്കാന്ന്. എനിക്ക് സൗകര്യമില്ലടാ. ഇതാണ് കുഴപ്പം. ഇവന് ഒരു പപ്പായ കുത്തിച്ചടിക്കാൻ വയ്യ. അതിന് ഞാൻ വേറെ ആളെ വിളിക്കാൻ പോണം. പപ്പായ കുത്തിച്ചടിക്കാൻ പോണം. എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞാൽ അതല്ലേ, ദിവസം 100ഓളം പോസ്റ്റ് കയറണവന് ഒരു പപ്പായ കുത്തിയിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അതല്ലാന്ന് ഇവിടെ ഞങ്ങൾക്ക് പപ്പായ കുത്തിച്ചിടാൻ എന്നും പാർട്ടിന്ന് ആൾക്കാർ ഇറക്കുന്നുണ്ടല്ലോ. അതൊന്നുമല്ല. പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. വീട്ടുകാര്യത്തിൽ കുറെ കൂടെ ഉത്തരവാദിത്തം വേണം. ഇല്ല, വീട്ടിൽ അരിയുണ്ടോ പച്ചക്കറി ഉണ്ടോ എന്നൊന്നും നോക്കരുത്. നിനക്ക് പിന്നെ വീട്ടിൽ വേറെ എന്ത് പണി? ഞാന് പൊതുപ്രവർത്തനമായിട്ട് നടക്കല്ലേ. പൊതുപ്രവർത്തനം. അപ്പൊ ചുരുക്കത്തിൽ ചോറുമില്ല കറിയുമില്ല. ചോറുണ്ടെന്ന്. ചോറായി. ചോറായി. 1 മണിക്കൂറായി എന്നോട് ഇവിടെ നിന്നിട്ട് അലക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ അത് പായസമായി കാണും. ഇച്ചിരി ശർക്കരയും കൂടെ ഇട്ടാൽ മതി. അപ്പൊ പായസാണെങ്കിലും കുടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇപ്പൊ പപ്പായ കുത്താൻ സഹായിച്ചില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ല, അപ്പൊ കൊച്ചിന് ചോറ് കൊടുത്തു വിട്ടില്ലേ ഇന്ന്? കൊച്ചിന് കൊടുത്തു വിട്ട്. ചോറല്ല, ദോശ കൊടുത്തു വിട്ടു.
ദോശ ആര് കൊടുത്തു വിട്ട്? ദോശ ആര് കൊടുത്തു വിട്ടേനെ? ദോശ അളിയും കൊടുത്തു വിട്ടു. ആ ദോശ ഞാൻ കൊടുത്തു വിട്ട്, ഞാൻ ഉണ്ടാക്കിയിട്ട് ആ ദോശ കൊണ്ടുപോയി ആള്. ഓ കൊച്ചിനെ വിട്ടില്ല, ഞാൻ അതും കൂടി ആ പ്രതീക്ഷിച്ചില്ല. കാര്യം അതില്ല, അതൊക്കെ ഓക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ എപ്പ ചോറുണ്ണാൻ പറ്റും? ചോറ് അതെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നേരം വെളുക്കുമ്പോ ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഈ അടുക്കളയിൽ കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട്. ഒരു ഇച്ചിരി സമയം വൈകിയ നിങ്ങളൊക്കെ കിടന്ന് തുള്ളണ കാണാലോ. നിസ്സാര പണിയല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു കപ്പങ്ങ തോരൻ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു ചോറ് മര്യാദക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഒരുപാട് അഹങ്കരിക്കരുത് കേട്ടോ. അല്ല ഇതിപ്പോ നിങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളാകുമ്പോ നിങ്ങൾക്ക് അങ്ങ് ചെയ്തു പോവാം. നമ്മൾ ആദ്യം നിങ്ങൾ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇപ്പൊ അളിയനോട് പറഞ്ഞു നോക്ക്, ഒരു 10 പോസ്റ്റ് കയറാൻ പറഞ്ഞു നോക്ക്. അളിയ 2 മിനിറ്റിനുണ്ട് 10 പോസ്റ്റ് കയറി. പിന്നെ ചെറവറാന്ന് കയറും. അത് എണി വെച്ചല്ലേ കയറുന്നത്, എന്തായാലും അതെടുത്ത് ചാടുകയല്ലോ മുകളിലോട്ട്. എങ്ങനെയായാലും അളിയ അതൊക്കെ ചെയ്യും. ഇപ്പൊ നിങ്ങളിത് ദിവസം ചെയ്യണ കാര്യം, ഞങ്ങളിത് ഒരു പരീക്ഷണം. അല്ല ദിവസവും ചെയ്യണ കാര്യം ഒരു ഇച്ചിരി വൈകിയ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യമൊന്നുമില്ല. അളിയും വെള്ളം വെക്കാറുണ്ടോ? ആരെന്ത് ബഹളം വെച്ച് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാര്യം ഞങ്ങൾ ഏറ്റതാണ്, അതുപോലെ തന്നെ ചെയ്യും. ദേ, തോറ്റ് ഞങ്ങൾ സമ്മതിച്ചോ. 10 മിനിറ്റ് അനങ്ങാതിരുന്ന ഞങ്ങൾ നിങ്ങള് വള്ളി പറഞ്ഞാൽ മതി. ഉച്ചയായി ഈ നേരമാകുമ്പോ ഞങ്ങളുടെ എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ കുളിച്ചുപിടി ഇരിപ്പുണ്ടാവും. ഇങ്ങനെ പ്രയോഗത്തിനെ പോലെ നിൽക്കല്ല. അതെ, ഒരു കാര്യം ചെയ്യും, ഒരു 10 മിനിറ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തരുമോ? ബാക്കി കാര്യം ഞങ്ങൾ റെഡിയാക്കി തരാം. നടക്കില്ല. വേണ്ട, നടത്തും. ഏട്ടൻ നടക്കില്ല, പട്ടിണി ഇരിക്കുന്ന. പട്ടിലിരിക്കൂല, നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുക. പപ്പായ ഞാൻ കുത്തിച്ചടിക്കും, അളിയാൻ കറി വെക്കും കേട്ടാ. ഇന്ന് കഴിക്കാനടാ ചോറ്, വിശന്നിട്ട് പാടില്ല. തന്നെയാണ് പറയണത്. ഞങ്ങളത് പപ്പായ തോരൻ, പപ്പായ കൊണ്ട് മറ്റേ ഈ മോര് കറി, രസം, പിന്നെ പപ്പായ കൊണ്ട് മറ്റേ പച്ചടി, പപ്പായ ഇതെല്ലാം ഉണ്ടാക്കും. മീൻകറി നീ ഉണ്ടാക്കിയാ നന്നായിരിക്കും. പപ്പായ ഞാൻ കുത്തിച്ചടി 10 മിനിറ്റ് ആളെയാ. പിന്നെ നടക്കൂല. ഫാസില് അതിന്റെ മുഖം ഇങ്ങനെയാണല്ലോ. ഇതെന്താ കരയണേ? എന്തുണ്ടാ എന്റെ കനക എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ ആ സിസ്റ്റർ ഈ കോലത്തിൽ കൊണ്ടുപോയി. എന്താ കാര്യം? ഇതെന്താ മോനെ നീ കുളിച്ചില്ല? ഇതെന്താ ഈ കൊച്ചിന്റെ കണ്ണു പൊഴിയൊക്കെ ഇങ്ങനെ അയ്യോ, അതിന് ഞാനാ കുളിപ്പിച്ച് തലയൊക്കെ തോർത്തി കൊടുത്തത്. ഞാനെന്താ കാണിച്ചത്? ഞാൻ നല്ല സുന്ദരിയാക്കി തന്നല്ലേ. 100 വട്ടം ചോദിച്ച് കണ്ണാ നോക്കിട്ട് കണ്ണാ നോക്കി. അപ്പൊ ഇതുകൊണ്ടാണല്ലേ കണ്ണാടി വാങ്ങിക്കാത്ത? അതെ, കണ്ണാടി നോക്കിയാ അത് കണ്ണാടി അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കണ്ട. എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ എന്തേ കാണിക്കുന്നത്? ഇതെന്താ പിന്നെ എന്തിനാ ഇങ്ങനെ വെച്ച് പെനച്ചിട്ടാണ് ഇത്? അതാണ് രാവിലെ നല്ല സുന്ദരിയാക്കി വിട്ട കുട്ടിയാ. എല്ലാവരും കളിയാക്കി അമ്മ. ആ പോട്ടെ മക്കളെ, കളിയാക്കി അങ്ങ് പോട്ടെ, നമുക്ക് ക്ഷമിച്ചു കളയാം. ഷൂസ് ഇല്ല, സോക്സ് ഇല്ല, ചുരുക്കിന്ന് പറഞ്ഞ എന്നെ വലിയ നിർത്തി ക്ലാസ്സിൽ കയറ്റി. അപ്പൊ എന്റെ ക്ലീറ്റസ് നിനക്ക് ഷൂ ഇട്ട് കൊടുക്കായിരുന്നില്ല കൊച്ചിന്? അളിയാ ഷൂ ഒക്കെ ഇടാൻ നിന്ന് അത് ഇനിയും വൈകുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ വിടാൻ വേണ്ടിട്ടല്ല അത് വേണ്ട അത് പറഞ്ഞത്. ഒരു കാര്യം ശ്രദ്ധിക്കില്ല പിന്നെ എങ്ങനെയാണ്? അപ്പൊ നീ 1/2 മണിക്കൂർ ഇരുന്ന് ചിത്രരചനയൊക്കെ നടത്തില്ല കൊച്ചിന്റെ കണ്ടില്ല? ആ കൊച്ചി ഇത്രയും നാലാവും സ്കൂളിൽ പോയി, ഇതുവരെ അതിനെ പുറത്ത് നിർത്തിയിട്ടില്ല. ഇപ്പൊ അത് നടന്നില്ലേ? എല്ലാവരും കളിയാക്കി. ആ പോട്ടെ മക്കളെ, അയ്യേ അതിന് വിഷമിക്കണ്ട. കളിയാക്കിയവരൊന്ന് കളിയാക്കിട്ട് പോട്ടെ. എന്റെ എല്ലാവരും എന്ത് പറഞ്ഞാ കളിയാക്കിയെന്ന് അറിയാവോ? എന്താ പറഞ്ഞു? പൊട്ടാമത്തിന്റെ കുഞ്ഞെന്ന്. സാരമില്ല മക്കളെ. അപ്പൊ അവരോട് വേണം ആരടി ഇപ്പൊ പൊട്ടാമസിന്റെ കുഞ്ഞ് ചോദിക്കണം. ആ അങ്ങനെ അങ്ങ് ചോദിക്കണം. ആ അപ്പൊ എന്ത് പറഞ്ഞു? ശരി തന്നെ, സാരല്ല പോട്ടെ. നാളെ ഉണ്ടല്ലോ മോളെ ഡാഡി നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ട് ഡാഡിയും കൂടെ സ്കൂളിലോട്ട് വന്ന് ഈ കളിയാക്കരുടെ മുമ്പിൽ കൊണ്ട് മോളെ അങ്ങോട്ട് നിർത്തിക്കൊടുക്കും. ചമ്പി പോകും അപ്പൊ എല്ലാരും. ഞാൻ മാത്രം വന്നാ പോരാ. മാമില്ല മാമിക്ക് ഞങ്ങൾ ഓഫീസിൽ പോകണം. അതൊന്നുമല്ല, ഇങ്ങനെ അലങ്കോലായിട്ട് വന്നാൽ 500 രൂപ ഫൈനും കൊണ്ട് ഡാഡിയെ കൊണ്ട് ചെല്ലണം.